നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വന്തം മണ്ഡലങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാൻ മന്ത്രിമാരോടും MLA-മാരോടും ഇരു മുന്നണികളും നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇങ്ങനെ നിർദ്ദേശിക്കുമ്പോൾ ആർക്കും സീറ്റുകൾ ഉറപ്പു നൽകാൻ ഇരുമുന്നണി നേതൃത്വവും തയ്യാറായിട്ടില്ല. ചിലപ്പോൾ സീറ്റുകൾ നിഷേധിക്കപ്പെടാം, മറ്റു ചിലപ്പോൾ മണ്ഡലങ്ങൾ മാറ്റപ്പെടാം. എന്തിനും തയ്യാറായിരിക്കാനാണ് നേതൃത്വങ്ങളുടെ നിർദ്ദേശം. മണ്ഡലങ്ങൾ അരിച്ചുപെറുക്കി ഇരു മുന്നണികളും സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്തവണത്തെ മത്സരമൂല്യം വലുതാണെന്ന് നേതൃത്വങ്ങൾക്ക് നന്നേ അറിയാം. ഈ അവസരം നഷ്ടപ്പെട്ടാൽ ഇനി ഒരു തിരിച്ചുവരവുണ്ടാകില്ലെന്നാണ് UDF നേതൃത്വം കണക്കുകൂട്ടുന്നത്. അങ്ങനെയാണ് അണികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്. തുടർഭരണം ഉണ്ടായില്ലെങ്കിൽ അത് പാർട്ടിയുടെ ശവക്കുഴി തോണ്ടലായിരിക്കുമെന്ന് CPM നേതൃത്വവും കണക്കുകൂട്ടുന്നു. ഇതുകൊണ്ടൊക്കെ ഏത് വിധേനയും ജയിച്ചേ മതിയാകൂ എന്നാണ് ഇരു മുന്നണികളും ഉറപ്പിച്ചിരിക്കുന്നത്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് താഴെത്തട്ട് മുതൽ നടക്കുന്നത്. ഇതിന് പ്രകാരം ഇരു മുന്നണികളും സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുനിൽ കനകോലുവിന്റെ നേതൃത്വത്തിൽ 4ാം ഘട്ടം സർവേയാണ് UDF-ന് വേണ്ടി നടക്കുന്നത്. പല MP-മാർക്കും അസംബ്ലിയിലേക്ക് മത്സരിക്കണമെന്നും മുന്നണി ജയിച്ചാൽ മന്ത്രിയാകണമെന്നും അതിയായ ആഗ്രഹമുണ്ട്. എന്നാൽ MP-മാർ മത്സരിക്കേണ്ടതില്ലെന്നാണ് 3ാം ഘട്ട സർവേയിൽ UDF-ന്റെ കണ്ടെത്തൽ. 3 MP-മാർക്ക് ഇളവ് നൽകാൻ മുൻപ് ആലോചിച്ചിരുന്നു. K. സുധാകരൻ, MK രാഘവൻ, അടൂർ പ്രകാശ് എന്നീ MP-മാർക്കായിരുന്നു ഇളവ് നൽകാൻ തീരുമാനിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ നിഴൽപ്പാടുകൾ അടൂർ പ്രകാശിലേക്ക് പതിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ MP-മാരാരും മത്സരിക്കേണ്ടതാണ് UDF തീരുമാനമെന്നറിയുന്നു. മറുവശത്ത് LDF-ലും കണക്കൂട്ടലുകളും സർവേകളും കൊഴുക്കുകയാണ്. ആദ്യ സർവേ പ്രാദേശിക ഘടകങ്ങളുടേതായിരുന്നു. ജനങ്ങളുമായി ഏറെ ബന്ധമുള്ള പാർട്ടിയായിരുന്നു CPM. കേഡർ സ്വഭാവത്തിന്റെ ബലത്തിൽ ദൈനംദിനം ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നവരാണ് CPM-ന്റെ ലോക്കൽ നേതൃത്വങ്ങൾ. ഇതനുസരിച്ച് അവരുടെ കണക്കുകൾ മുൻകാലങ്ങളിൽ കൃത്യമായിരുന്നു. എന്നാൽ പോകെ പോകെ ആ കണക്കുകൾ പൊളിഞ്ഞു വിടാൻ തുടങ്ങി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്താണ് CPM പ്രാദേശിക ഘടകങ്ങൾ തയ്യാറാക്കിയ കണക്കുകൾ 8 നിലയിൽ പൊട്ടിയത്. സംസ്ഥാന നേതൃത്വത്തെ വല്ലാതെ നടുക്കിയിരുന്നു. ഇതുകൊണ്ട് പ്രാദേശിക ഘടകങ്ങളുടെ കണക്കുകളെ മാത്രം ആശ്രയിക്കേണ്ടതില്ലെന്നാണ് CPM-ന്റെ ഇപ്പോഴത്തെ നിലപാട്. ഇതിന് പ്രകാരം സംസ്ഥാന പോലീസ് ഇന്റലിജൻസ് കണക്കുകൾ തയ്യാറാക്കിയതാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഇത് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തിരിക്കെ സ്വകാര്യ ഏജൻസിയെ കൊണ്ടും പാർട്ടി സർവേ നടത്തുന്നതായാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സുനിൽ കനകോലുവിന്റെ സർവേകളെയും കോൺഗ്രസിനെയും ഏറെ പരിഹസിച്ചിരുന്ന CPM-ഉം ഇപ്പോൾ സ്വകാര്യ ഏജൻസിയുടെ സഹായം തേടുന്നതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നു. കേരളത്തിന് പുറത്തുനിന്നുള്ള ഒരു ഏജൻസിയാണ് CPM-ന് വേണ്ടി സർവേകൾ നടത്തുന്നത്. ഈ സർവേയുടെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥാനാർത്ഥി നിർണയം നടത്തുക. ഭരണത്തിനെതിരെ വികാരമുണ്ടെങ്കിലും MLA-മാർക്കെതിരെ രൂക്ഷ വികാരമില്ലെന്നാണ് പ്രാഥമിക സർവേയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് 3/4 പങ്ക് MLA-മാരും ഇത്തവണയും മത്സര രംഗത്തുണ്ടാകാനാണ് സാധ്യത. ടേം വ്യവസ്ഥയിൽ തുടരേണ്ടതില്ലെന്ന നിലപാട് പല MLA-മാർക്കും സഹായമായിട്ടുണ്ട്. M. മുകേഷ്, U. പ്രതിഭ തുടങ്ങിയ ചുരുക്കം ചില MLA-മാരുടെ കാര്യത്തിൽ മാത്രമേ പാർട്ടി രണ്ടാമതെന്ന് ആലോചിക്കുന്നുള്ളൂ. MLA-മാർക്ക് അനുകൂലമായ റിപ്പോർട്ടുകളാണ് മണ്ഡലത്തിൽ നിന്ന് വരുന്നതെങ്കിലും ചില മന്ത്രിമാർക്കെതിരെ ശക്തമായ വികാരമുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇത്തവണ എല്ലാ മന്ത്രിമാരും മത്സരത്തിനുണ്ടാകാൻ സാധ്യതയില്ല. പ്രായത്തിന്റെയും ആരോഗ്യത്തിന്റെയും പേരിൽ മന്ത്രിമാരായ കൃഷ്ണൻകുട്ടി, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ സ്വയം മാറി നിൽക്കാൻ സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവർ മത്സരിച്ചാൽ മാത്രമേ മണ്ഡലം നിലനിർത്താൻ കഴിയൂ എന്നാണ് സർവേ കണ്ടെത്തുന്നതെങ്കിൽ ഇവരെ വീണ്ടും മത്സരിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. എന്നാൽ AK ശശിധരന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. വീണ്ടും മത്സരിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നാൽ മണ്ഡലത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു വികാരം പതഞ്ഞു പൊന്തുന്നതിനാൽ ശശീന്ദ്രനെ വീണ്ടും മത്സരിപ്പിക്കുന്നതിൽ പാർട്ടി ഘടകങ്ങൾ യോജിക്കുന്നില്ല. സർവേയുടെ അടിസ്ഥാനത്തിലായിരിക്കും അവസാന തീരുമാനം. ആന്റണി രാജുവിനെ ഇനിയും മത്സരിക്കാനാകാത്തതുകൊണ്ട് അദ്ദേഹം രംഗത്തുണ്ടാകില്ല. ആ പാർട്ടിയിൽ പറ്റിയ ഒരാൾ പകരമില്ലാത്തതുകൊണ്ട് CPM സീറ്റ് ഏറ്റെടുക്കാനാണ് സാധ്യത. മറ്റ് മന്ത്രിമാരെല്ലാം ഇത്തവണയും രംഗത്തുണ്ടാകുമെന്നാണ് അറിയുന്നത്. എന്നാൽ ചില മന്ത്രിമാർക്ക് ഗുണമായ റിപ്പോർട്ടല്ല പ്രാഥമിക സർവേയിലുള്ളതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പേരെടുത്തിവിടെ പറയുന്നില്ലെങ്കിലും 4 മന്ത്രിമാർക്കെതിരെയാണ് മണ്ഡലങ്ങളിൽ അനുകൂലമല്ലാത്ത ചിന്തയുള്ളത്. ഈ മന്ത്രിമാർ തോൽക്കാനിടേണ്ടെന്നാണ് സ്വകാര്യ ഏജൻസിയുടെ സർവേ. പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതുകൊണ്ട് ഇവർക്ക് വീണ്ടും സീറ്റ് നൽകുമോ, ഇവർ ജയിക്കുമോ എന്നുള്ള കാര്യം വരും നാളുകളിലെ പറയാനാകൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.